ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിൽ 9ാമത്തെ ചാപ്റ്ററാണ് തുല്യതയിലേക്ക്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പാഠഭാഗത്ത് ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് പൊതുവിതരണ കേന്ദ്രത്തിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അവിടെ സംഭാഷണത്തിൽ പറയുന്നത് എന്താണ്? സംഭാഷണത്തിൽ റേഷൻ കാർഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റേഷൻ കാർഡിന് നമുക്കറിയാം 4 കളറിലാണ് റേഷൻ കാർഡ് ഉള്ളത്. ഏതൊക്കെയാണ്? മഞ്ഞ, പിങ്ക്, നീല, വെള്ള. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റേഷൻ കാർഡിന് വിവിധ കളർ നൽകിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ്? ഓരോ കുടുംബത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമായതുകൊണ്ടാണ് വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ. അപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യത്യസ്ത തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വ്യത്യസ്ത വരുമാനം ലഭിക്കുന്നു. കൂടുതൽ കൃഷിഭൂമിയുള്ളവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. കഴിവിനനുസരിച്ച് വരുമാനം വ്യത്യസ്തമാണ്. ഓരോരുത്തരും നേടുന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും നൈപുണികൾക്കും അനുസരിച്ച് വിവിധ തൊഴിൽ മേഖലകളിൽ എത്തുകയും വ്യത്യസ്ത വരുമാനം ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കിനിയും റേഷൻ കാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 4 നിറത്തിലെ കാർഡുണ്ട്. 4 നിറത്തിലെ കാർഡിൻ്റെയും പ്രത്യേകതകൾ എന്തുകൊണ്ടാണെന്ന് നോക്കാം. മഞ്ഞയാണെങ്കിൽ എങ്ങനെയാണ്? സാമൂഹികമായും സാമ്പത്തികമായും ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർക്കാണ് മഞ്ഞ കാർഡ്. പിങ്ക് മുൻഗണനാ വിഭാഗം അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. നീല സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർ, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ. വെള്ള സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്നവർ. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് പോകുമ്പോൾ മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നീ ഓർഡറാണ്. ഏറ്റവും താഴത്തെ കാർഡാണ് മഞ്ഞ, അത് കഴിഞ്ഞ് പിങ്ക്, അതിനുശേഷം നീല, ഏറ്റവും മുകളിൽ നിൽക്കുന്ന കാർഡാണ് വെള്ള. ഓക്കെ, അപ്പോൾ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഡിന് നിറം നൽകിയിട്ടുള്ളത്. ഓക്കെ, ഈ പാഠഭാഗത്ത് 1ാമത്തെ ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. പീലിയുടെ ഗ്രാമമാണ് 1ാമത്തെ ചാപ്റ്റർ. അവിടെ പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ചാപ്റ്ററിലൂടെ ഉടനീളം പറയുന്നുണ്ട്. അവിടുത്തെ ആഹാര രീതി, താമസ സൗകര്യം, അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, നഗരത്തിൽ നിന്ന് വന്ന കുട്ടികൾ, പീലിയുടെ കൂട്ടുകാർ എന്താണ് ഗ്രാമത്തെ ഇഷ്ടപ്പെടുന്നതും ഗ്രാമത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്? ഇവിടെ നീനുവും വിക്കിയും എന്താണ് അവരുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. നീനുവിൻ്റെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് കൃഷിഭൂമിയിൽ നിന്ന് പാട്ടം ലഭിക്കുന്നു. ആ സ്ഥാനത്ത് വിക്കിയുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ്. പിന്നീട് നീനുവിൻ്റെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ ജോലിയുണ്ട്. അതുപോലെ തന്നെ വിക്കിയുടെ കുടുംബത്തിൻ്റെ വരുമാന സ്രോതസ് എന്ന് പറയുന്നത് സർക്കാർ സർവീസ് പെൻഷനുണ്ട്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കുടുംബങ്ങളുടെയും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ്? വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമുണ്ട്. കുടുംബ വരുമാന വ്യത്യാസത്തിന് എന്തൊക്കെ കാരണങ്ങളുണ്ട്? തൊഴിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ ജോലി ചെയ്യുന്നവരെ കാണുന്നുണ്ട്? അധ്യാപനമുണ്ട്, നിർമ്മാണ പ്രവർത്തനമുണ്ട്, ചുമട്ടുതൊഴിലുണ്ട്, കച്ചവടമുണ്ട്. അപ്പോൾ വ്യക്തികൾ വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും വ്യത്യസ്ത തൊഴിലിൽ ഏർപ്പെടുന്നത്? വിദ്യാഭ്യാസവും പരിശീലനവും കായികക്ഷമതയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് പലരും പല ജോലികളിൽ ഏർപ്പെടുന്നത്. ഇനി നോക്കിക്കേ, കുടുംബ വരുമാന മാർഗങ്ങൾ. നമ്മുടെ വീട്ടിൽ നമുക്ക് വരുമാനം കിട്ടാറുണ്ട് അല്ലേ? ഓരോ വീട്ടിലും വ്യത്യസ്ത രീതികളിലൂടെയാണ് വരുമാനങ്ങൾ കിട്ടുന്നത്. എല്ലാ വീട്ടിലും ഒരേപോലെയാണോ? അല്ല. എല്ലാ വീട്ടിലും സർക്കാർ ജോലിക്കാരാണോ ഉള്ളത്? അല്ല. വ്യത്യസ്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കുടുംബ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 1, ആസ്തികളുണ്ട്, സ്വയം തൊഴിലുണ്ട്, ബിസിനസ് ഉണ്ട്, സർക്കാർ ജീവിതമുണ്ട്,
കാർഷികമുണ്ട്, ബാങ്ക് നിക്ഷേപമുണ്ട്, ഓഹരി നിക്ഷേപമുണ്ട്. അപ്പോൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് നമുക്ക് കുടുംബ വരുമാനം ലഭിക്കുന്നത്. ഓക്കെ. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ. വരുമാനത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ മൂന്നായി തരംതിരിക്കാം. എങ്ങനെയാണ്? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. നമുക്കറിയാം, വ്യത്യസ്തമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ചിലർ എങ്ങനെയാണ് അന്നത്തെ ഇടം കഴിച്ചുകൂടാൻ വേണ്ടിയിട്ട് പാടുപെടുന്നവരുണ്ട് അല്ലേ? കൂലിവേലയൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ കാശുള്ളവർക്കാണ് അതാ പറയുന്നത് എന്താണ് ഒരുപാട് വരുമാനമുള്ളവർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്താണ്, വരുമാനം കിട്ടുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. അതായത് പലരും ചെയ്യുന്ന ജോലികളുടെ അടിസ്ഥാനത്തിലും പിന്നീട് എന്താണ് വിവിധ തരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ ഉണ്ട്. അതിനനുസരിച്ചാണ് വരുമാനം ഒരു കുടുംബത്തിന് ലഭ്യമാവുന്നത്. തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. എന്താ പറയുന്നത്? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ എന്താണ്, ജോലി വ്യത്യസ്തമായിട്ട് ചെയ്യുന്നവർക്ക് എന്താണ് വരുമാനത്തിൽ വ്യത്യാസം വരും അല്ലേ? അപ്പോൾ അതെന്താണ് സാമ്പത്തിക അസമത്വത്തിന് കാരണമായിട്ട് വരുന്നുണ്ട്. കാശുള്ളവനും കാശില്ലാത്തവനും എന്നൊരു വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. നോക്കിക്കേ, ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാവുന്നത്? അസമത്വം ഉണ്ടാവുന്നത്. ഇനി നോക്കിക്കേ, സാമ്പത്തിക അസമത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി നോക്കുന്നത്. സാമ്പത്തിക അസമത്വം മാത്രമല്ല സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ഇത് നോക്കിക്കേ, മിശ്രഭോജനം. മിശ്രഭോജനം നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിലെ ആദ്യ ചാപ്റ്ററുകളിൽ നോക്കിയിട്ടുണ്ട്. മിശ്രഭോജനം ആരുടേതാണ്? സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഇവിടെ പറയുന്നത് എന്താ നോക്കിക്കേ, ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അയ്യ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം, വൈകുണ്ഠസ്വാമിയുടെയാണ് സമത്വ സമാജം. ഓക്കെ. സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഏത്? 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഏത്? മിശ്രഭോജനം. അപ്പോൾ ഇത് ഓർത്തു വച്ചേക്കുക. മേൽമുണ്ട് സമരം. വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം. ഓക്കെ. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി.
എങ്കിലും ജാത്യാചരണത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അടുത്ത് നോക്കിക്കേ, അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്നു പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്നു രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റ് ഉപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. നോക്കി, സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നു. നോക്കിക്കുക, സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാധാന്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നു. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നു. നോക്കിക്കേ, സമൂഹത്തിൽ അസമത്വം ഉണ്ടാക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? സമൂഹത്തിലെ വിഭവങ്ങളുടെ തുല്യമല്ലാത്ത വിതരണം, തൊഴിലിലും വരുമാനത്തിലും ഉണ്ടാകുന്ന അസമത്വം. നോക്കിക്കേ, ഏതൊക്കെ തരത്തിലുള്ള അസമത്വങ്ങളാണുള്ളതെന്ന്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരമില്ലായ്മ, വസ്ത്രധാരണത്തിലെ അസമത്വം, വിദ്യാഭ്യാസ നിഷേധം. അതുപോലെ തന്നെ തൊഴിൽ, വരുമാനം എന്നിവയ്ക്ക് പുറമെ വേറെ ഏതൊക്കെ മേഖലകളിൽ അസമത്വം നിലനിൽക്കുന്നു? ജാതി, മതം, വർണ്ണം, വർഗം, ലിംഗപദവി ഇവയിലെല്ലാം അസമത്വം നിലനിൽക്കുന്നുണ്ട്. നോക്കിയേ, സാമൂഹിക അസമത്വത്തിലെ കാരണങ്ങളും സ്വാധീനിക്കുന്ന ഘടകങ്ങളും. സാമ്പത്തിക അസമത്വം, വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി അല്ലെങ്കിൽ ശമ്പളത്തിലെ വ്യത്യാസം. വിദ്യാഭ്യാസ അസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം, ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം. സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഇനി നോക്കിക്കേ, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, ഗ്രാമ-നഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. അടുത്തത് ചരിത്രപരമായ ഘടകങ്ങൾ, കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. നോക്കിക്കേ, സാമൂഹ്യ സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകൾ. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങൾക്കായി സർക്കാർ ഏതൊക്കെ മേഖലകളിലാണ് ഇടപെടുന്നത്? പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. നോക്കിക്കേ, അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് നോക്കിക്കേ. ക്ഷേമ പെൻഷനുകളുണ്ട്,
ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. ക്ഷേമ പെൻഷനുകൾ നോക്കിക്കേ, കർഷക തൊഴിലാളി പെൻഷനുണ്ട്, വാർദ്ധക്യകാല പെൻഷനുണ്ട്, ഡിസബിലിറ്റി പെൻഷനുണ്ട്, ദേശീയ വിധവ പെൻഷൻ സ്കീമുണ്ട്. ഇനി നോക്കിക്കേ, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, TH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഉണ്ട്, ഒറ്റ പെൺകുട്ടിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, പട്ടികജാതി പട്ടികവർഗ സ്കോളർഷിപ്പുകൾ ഉണ്ട്. ഓക്കെ, നോക്കിയേ, സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഇത് കൂടാതെ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ. അപ്പോൾ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാകുന്ന സംവിധാനങ്ങളാണ് പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവ. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നു. സബ്സിഡി എന്താ? വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിൽ പെടുന്നു. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹ്യ അസമത്വം കുറയ്ക്കുന്നതിനുമായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്. അവയിൽ ചിലത് നോക്കിക്കേ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. അടുത്ത് നോക്കിക്കേ, ലൈഫ് മിഷൻ. കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതായത് ലൈഫ്. അതിന്റെ ലക്ഷ്യം കേന്ദ്ര കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. അടുത്ത് നോക്കിക്കേ, തീരമൈത്രി. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബാംഗങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭകരുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും. അപ്പോൾ തീരമൈത്രി എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ കുറിച്ചാണ് കേട്ടോ. അടുത്തത് കൈവല്യ ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്തത് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. ഓക്കെ, കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ജനനി ജന്മരക്ഷ. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജനനി ജന്മരക്ഷ. നെക്സ്റ്റ്, പ്രതിഭാതീരം. തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. അടുത്തത് ഗോത്രബന്ധു. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. അടുത്തത് ബാലികാ സമൃദ്ധി യോജന. പാവപ്പെട്ട പെൺകുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന ഒരു സ്കോളർഷിപ്പ് പരിപാടിയാണിത്. ബാലികാ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ സാമൂഹിക നില മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം.
ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. ഇതിനകത്തെ പദ്ധതികളൊക്കെ പഠിച്ചു വെക്കുക, അത് എക്സാമിന് വരാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.